പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവായ ഈശോയെ, അങ്ങയുടെ മക്കളായ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങേ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യത്തിലും സംരക്ഷണത്തിലുമായിരുന്നു കൊണ്ട് ദൈവകൃപ നിറഞ്ഞ അമ്മയുടെ ശക്തമായ സാന്നിധ്യവും സംരക്ഷണവും അനുഭവിക്കുവാൻ വേണ്ടി ഞങ്ങളുടെ മക്കളെ പ്രത്യേകം അതിനായി സമർപ്പിക്കുവാൻ വേണ്ടി ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന മക്കൾക്കായി മാതൃസന്നിധിയിൽ എന്നുള്ള ഈ ശുശ്രൂഷയിലേക്ക് അങ്ങയുടെ മക്കളായി ഞങ്ങളെല്ലാവരെയും ഒരുമയോടെ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ മക്കളുടെ മേലും ദൈവകൃപ ചൊരിയണമേ. ഞങ്ങളുടെ മക്കളെ വചനത്തിൽ ഉറപ്പിക്കണമേ. ഞങ്ങളുടെ മക്കൾക്ക് വേണ്ട അനുഗ്രഹങ്ങളും കൃപയും ദൈവിക ജ്ഞാനവും സ്വർഗത്തിന്റെ സഹായവും സംരക്ഷണവും എല്ലാം നൽകി സ്വർഗത്തിന്റെ പൗരത്വത്തിന്റെ കരുത്തോടെ ജീവിക്കാൻ എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ. അതിനായി അമ്മ മാതാവേ, അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ യോസേപ്പ് പിതാവേ, വിശുദ്ധ മിഖായേൽ മാലാഖേ, സകല വിശുദ്ധരെ മാലാഖമാരെ, നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി മക്കൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, പരിശുദ്ധ അമ്മയോട് ചേർന്ന് വലിയ സന്തോഷത്തോടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ മക്കളെ മാതൃസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് അമ്മയുടെ സംരക്ഷണത്തിൽ ഈശോയുടെ തിരുസന്നിധിയിലേക്ക് അവരെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമ്മൾ ഈ ജപമാല മാസത്തില് അമ്മയുടെ ശക്തമായ ഇടപെടലിനു വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മൾ ഇന്ന് പ്രത്യേകമാവിധം പ്രാർത്ഥിക്കുന്നത് ദൈവത്തിന്റെ വചനത്തിന് അനുസരിച്ച്, ദൈവം പറഞ്ഞതനുസരിച്ച് നമ്മുടെ മക്കൾ ജീവിക്കണം. അതിനുവേണ്ടി നമ്മൾ പ്രത്യേകം നിയോഗം വെച്ച് അമ്മയുടെ മധ്യസ്ഥത്തിൽ പ്രാർത്ഥിക്കണം. അമ്മയുടെ വലിയ ഒരു ശക്തിയുടെ അടിസ്ഥാനം എന്തെന്ന് ചോദിച്ചാല് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 38-ാമത്തെ വചനം നാം വായിക്കുകയാണ്. മറിയം പറഞ്ഞു, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. അതായത് മംഗളവാർത്ത, ദൈവത്തിന്റെ ഹിതം മാലാഖയിലൂടെ വെളിപ്പെടുത്തി കിട്ടിയപ്പോ, അത് വ്യക്തമായിട്ട് മനസ്സിലായപ്പോ മാതാവ് മാലാഖയോട് പറഞ്ഞ, ദൈവത്തോട് പറഞ്ഞ, സ്വർഗത്തോട് പറഞ്ഞ ഒരു വലിയ സമർപ്പണത്തിന്റെ വാക്കാണ്, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. ഇത് മാതാവിന്റെ ഏറ്റവും വലിയ കരുത്താണ്, ശക്തിയാണ്. കാരണം എന്താണ്? ദൈവത്തിന്റെ വചനത്തിന് സമർപ്പിച്ച്, ദാസിയെ പോലെ സമർപ്പിച്ച്, ആ വാക്ക് നിറവേറാൻ വേണ്ടി തന്നെ സമർപ്പിച്ചവന്റെ കരുത്തെന്ന് പറഞ്ഞാൽ വചനം ആകുന്ന ദൈവം തന്നെ ആ വ്യക്തിയിലും അതുപോലെ നിറയുന്ന വലിയ അഭിഷേകം. അവിടെയാണ് വചനം മാംസം ധരിക്കുന്നത്. അങ്ങനെ വചനം മാംസം ധരിച്ച വ്യക്തി എത്രമാത്രം ശക്തനാണ്, ശക്തിയാണ് എന്ന് നമുക്ക് ചിന്തിച്ചാൽ പോലും മനസ്സിലാവില്ല. ആ വ്യക്തിയാണ്, ആ വ്യക്തിത്വമാണ് പരിശുദ്ധമ്മ. ഇത് നമ്മൾ ശരിക്കും ധ്യാനിക്കുമ്പോൾ അമ്മയുടെ ആ ഒരു കരുത്ത്, അമ്മയുടെ ദൈവഹിതത്തിന് സമർപ്പിക്കാനുള്ള ഒരു ചങ്കൂറ്റം, ഇത് നിസ്സാരമൊന്നുമില്ല. അതുപോലെ ഒന്നും ചിന്തിക്കാതെ കന്യക എങ്ങനെ ഗർഭം ധരിക്കും ഒന്നും അറിയില്ല, ചില കാര്യങ്ങൾ ഒന്നും അറിയില്ല. പക്ഷെ ദൈവത്തിന്റെ വാക്ക, ദൈവത്തിന്റെ മനസ്സാ, അതിന് അല്പം പോലും വെള്ളം ചേർക്കാതെ ദാസിയെ പോലെ സമർപ്പിച്ച പരിശുദ്ധമ്മ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിന്റെ ബലവും കരുത്തും എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഈ വചനം നമ്മെക്കുറിച്ച്, ശരീരത്തെക്കുറിച്ച്, കുടുംബത്തെക്കുറിച്ച്, ജീവിതത്തെക്കുറിച്ച്, പൗരോഹിത്യത്തെക്കുറിച്ച് എന്താണോ പറയുന്നത് അതേപടി അതിനു വേണ്ടി സമർപ്പിച്ച ആ വലിയൊരു കരുത്ത. ഇന്ന് നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഈ ഒരു വലിയ അഭിഷേകം നമ്മുടെ മക്കളിൽ നിറയാനാണ്. അനേക മക്കൾ ലോകമെമ്പാടും വചനത്തിനെതിരെ, ദൈവകൽപ്പനകൾക്കെതിരെ
പ്രവർത്തിക്കാനും ജീവിക്കാനും വേണ്ടി ഓടി നടന്ന് നശിച്ച് ഒടുങ്ങുമ്പോ എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ അമ്മയിൽ നിന്ന് പഠിക്കേണ്ട അമ്മയുടെ കൃപയുടെ ശക്തിക്കും അമ്മയുടെ മാധ്യസ്ഥ ശക്തിക്കും അമ്മയുടെ ആ കൃപയുടെ നിറവിനുമൊക്കെ ഈ ഒരു കാലഘട്ടത്തില് നമ്മൾ അമ്മയുടെ മാതൃക നമ്മൾ ശരിക്കും സ്വീകരിക്കേണ്ട കാലഘട്ടമാണ്. ഞാൻ പറഞ്ഞില്ലേ, അതുകൊണ്ട് ഈ ഒരു അഭിഷേകത്തിന് വേണ്ടി ശക്തമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. വചനത്തിന് വിരുദ്ധമായ ജീവിതങ്ങൾ, ഇപ്പോ നമ്മുടെ മക്കളെ സംബന്ധിച്ച് മിശ്ര വിവാഹം, വചനം പറഞ്ഞിട്ടുണ്ട് ചെയ്യരുത്. ദൈവം ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞത് അങ്ങോട്ട് ചെയ്യരുത്. ദൈവത്തിന്റെ വചനത്തിന് അതുപോലെ ദാസനെ പോലെ സമർപ്പിക്കണം. ശരീരം ദൈവത്തിന്റെ ആലയ, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, കൊലപാതകം ചെയ്യരുത്, വിവാഹമോചനം അരുത്, ഒത്തിരി കാര്യങ്ങൾ. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ഈ ഒരു അഭിഷേകത്തിന് വേണ്ടി നമ്മുടെ മക്കളെ ഇന്ന് പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. നമ്മളും അതുപോലെ തന്നെ ഒരു അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം ഞാൻ പറഞ്ഞില്ലേ, എല്ലാ നിയമമാക്കി ലോകം ഇന്ന് ഗേ മാരേജ്, ലിവിങ് ടുഗദർ, ഗർഭചിത്രം, പ്രായമായ ആരെയും കെട്ടാം, ഇങ്ങനെയൊക്കെ എല്ലാത്തിനും നിയമങ്ങൾ പാസ്സാക്കിക്കൊണ്ട് ഇന്ന് ലോകം ഈ വചനത്തിനെതിരെ അതിശക്തമായിട്ട് പ്രവർത്തിക്കുമ്പോൾ മാധ്യമങ്ങള്, മീഡിയ, സിനിമ, സമൂഹങ്ങള്, കൂട്ടുകെട്ടുകള് എല്ലാം ഈ വചനത്തിനെതിരെ ശക്തമായിട്ട് പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ മക്കളൊക്കെ പെട്ടെന്ന് വചനം ലംഘിക്കാൻ സാധ്യതയുണ്ട്. ഇവിടെയാണ് നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ മാതാവിനോട് ശക്തമായി പ്രാർത്ഥിക്കുന്നത്. ഇത് നോക്കിക്കോ, നമ്മുടെ പല മക്കളും വഴിതെറ്റി പോകാനുള്ള കാരണം ഈ വചനത്തിൽ പറഞ്ഞത് ഇതുപോലെ ദാസനെ പോലെ സമർപ്പിച്ച് ജീവിക്കാത്തതും കൊണ്ടാണ്, അതുകൊണ്ടൊക്കെ പോയ ജീവിതത്തിലുടനീളം. അതുകൊണ്ട് നമ്മൾ ഇന്ന് പ്രത്യേകം ഈ കൃപ നിറഞ്ഞ ഇതുപോലെ ദാസിയെ പോലെ വചനത്തിന് സമർപ്പിച്ച ആ ഒരു വലിയ കൃപയുണ്ടല്ലോ, അത് നമ്മുടെ മക്കളിൽ നിറയപ്പെടാൻ വേണ്ടി അമ്മയുടെ മധ്യസ്ഥത്തില് ശക്തമായിട്ട് നമുക്കിന്ന് ദിവ്യകാല സന്നിധിയിൽ പ്രാർത്ഥിക്കാം. മക്കളെ, ഈ കൃപ കിട്ടിയാണ്ടല്ലോ നമ്മുടെ മക്കള് നശിക്കത്തില്ല, പിശാചിന്റെ പിടിയിൽ അമരത്തില്ല, ലോകാരൂപി കൊണ്ടുപോകത്തില്ല, തെറ്റായ ഒരു കൂട്ടുകെട്ടിലോ ഒരു ലഹരിക്കോ ഒരു മദ്യത്തിനോ ഒന്നിനും ഇടയാകത്തില്ല. കർത്താവിന്റെ വചനം എന്താണോ പറഞ്ഞ് അതുപോലെ സമർപ്പിച്ച് ജീവിച്ച. അതുകൊണ്ട് ഇന്ന് നമുക്ക് അമ്മയോട് കൂടെ ഈ അഭിഷേകത്തിന് വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിക്കും. ചില കാര്യങ്ങളുണ്ടല്ലോ മക്കളെ, നമ്മൾ തീരുമാനിക്കണം, ഇതുപോലെ ജീവിക്കണം. ജീവിതമുണ്ട്, ആ ജീവിതം ജീവിക്കാൻ എന്തു വേണം? സ്വർഗത്തിന്റെ സഹായം, കൃപ. ആ സഹായവും കൃപയും നിറയപ്പെട്ടവളാണ് പരിശുദ്ധ അമ്മ. ഈ അമ്മയോട് ചോദിച്ചു വാങ്ങണം ആ ഒരു അഭിഷേകവും ആ ഒരു കൃപയും ആ ഒരു സഹായവും ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും നൽകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ഏറ്റവും പ്രത്യേകിച്ച് നമ്മുടെ മക്കളെ സമർപ്പിച്ചുകൊണ്ട്, മാതൃസന്നദ്ധിയിൽ അമ്മയെ ഭരമേൽപ്പിച്ചുകൊണ്ട്, ദിവ്യകാന സന്നദ്ധിയിൽ നമ്മുടെ മക്കൾക്കായി ഈ ഒരു നിയോഗത്തിന് വേണ്ടി ഇന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം. നമുക്കും വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പ്രാർത്ഥിക്കാം, പ്രത്യേകിച്ച് മക്കൾക്ക് വേണ്ടി. കാരണം അവർ ലോകത്തിലെ പലയിടങ്ങളിലൊക്കെ ജീവിക്കാല്ലേ, ഇതിന് ഉറച്ചു നിൽക്കണം, വചനത്തിന് വേണ്ടി മരിക്കാനും അതിനുവേണ്ടി സമർപ്പിക്കാനും. എന്ത് സംഭവിക്കട്ടെ, വചനത്തിന് സമർപ്പിച്ചേക്കണേ, ദൈവത്തിന് സമർപ്പിച്ചേക്കണേ. വചനം നമ്മിൽ സംഭവിക്കുമ്പോൾ ദൈവം തന്നെ നമ്മിൽ മാംസം ധരിക്കും. ഈ അഭിഷേകം നടക്കട്ടെ, സംഭവിക്കട്ടെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യശോയെ വലിയ സ്നേഹത്തോടും നന്ദിയോടും കൂടെ അങ്ങയുടെ തിരുസന്നിധിയിൽ അമ്മയോടൊപ്പമായിരിക്കുവാൻ അങ്ങയുടെ മക്കളായി ഞങ്ങളെ അനുവദിച്ചിരിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഇത്ര നല്ല അമ്മയെ നൽകിക്കൊണ്ട് ഇത്രമാത്രം ദൈവത്തിന് സമർപ്പിച്ച് ചിന്ത കൊണ്ടോ മനസ്സുകൊണ്ടോ പോലും ദൈവത്തിൽ നകലാൻ പറ്റാത്ത വിധത്തില് അത്രമാത്രം കൃപയാൽ നിറച്ച അങ്ങേക്ക് സമർപ്പിച്ച പരിശുദ്ധ അമ്മയെ ഞങ്ങൾക്ക് അമ്മയായി സംരക്ഷകയായി തന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ആ കൃപ നിറഞ്ഞ അമ്മയുടെ സാന്നിധ്യ സംരക്ഷണത്തില് ഞങ്ങളായിരിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിലേക്ക്, ഞങ്ങളുടെ കുടുംബത്തിലേക്ക്, ഞങ്ങളുടെ മക്കളിലേക്ക് അമ്മയിലൂടെ ചൊരിയുന്ന എല്ലാ കൃപകളെയും ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് മക്കളെ ഓരോരുത്തരെയും മാതൃസന്നദ്ധിയില് അമ്മയ്ക്ക് ഭരമേൽപ്പിച്ചുകൊണ്ട്
സ്വർഗത്തോട് ചേർന്ന് മാലാഖമാരോട് ചേർന്ന് ഞങ്ങളുടെ എല്ലാ മക്കളെയും ഞങ്ങളെല്ലാ കൂട്ടായ്മയും ഒരുമിച്ച് അങ്ങയുടെ കരങ്ങൾക്ക് സമർപ്പിച്ചുകൊണ്ട് ഒന്ന് ചേർന്ന് ഞങ്ങളങ്ങെ ആരാധിച്ച് മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി കർത്താവേ, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്ന കർത്താവേ. അങ്ങയുടെ കൃപകളാലും അങ്ങയുടെ ചൈതന്യത്താലും ശക്തിയാലും നിറച്ച് ആത്മാവിന്റെ ഉന്നതമായ അഭിഷേകത്താൽ അങ്ങയുടെ വചനത്തിന് സമർപ്പിക്കാൻ വേണ്ട വലിയ കൃപ അമ്മയ്ക്ക് ലഭിച്ച പോലെ, അമ്മയിൽ നിറഞ്ഞ പോലെ ഞങ്ങളിലും ഞങ്ങളുടെ മക്കളിലും നിറയപ്പെടട്ടെ. അതിനായി ഞങ്ങൾ സമർപ്പിച്ച നന്ദിയോടെ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം, യേശുവേ ആരാധന. യേശുവേ ദിവ്യകാരുണ്യ, അമ്മയുടെ വലിയ സാന്നിധ്യത്തില്, അമ്മയുടെ വലിയ മാതൃക, അമ്മയുടെ സമർപ്പണം എല്ലാം ധ്യാനിച്ചുകൊണ്ട് അമ്മയുടെ വലിയ സഹായത്തോടെ ഞങ്ങളിതാ അങ്ങേ തിരുസന്നിധിയിലേക്ക് ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ഈശോയെ, അങ്ങയുടെ മനസ്സറിഞ്ഞ് അങ്ങയുടെ വചനമനുസരിച്ച് അങ്ങയെ മാംസം ധരിച്ച് അങ്ങാകുന്ന വചനത്തെ സ്വീകരിച്ച് ജീവിക്കേണ്ടവരാണല്ലോ ഞങ്ങൾ ഓരോരുത്തരും. ഇന്ന് ലോകത്തിലേക്ക് ഞങ്ങൾ നോക്കുമ്പോ ഈശോയെ, അങ്ങയുടെ വചനം വിട്ട് വചനത്തെ ലംഘിച്ചു പോകാനാണ് ലോകം മുഴുവനും മത്സരിക്കുന്നത്. ലോകത്തിന്റെ മാധ്യമങ്ങള്, ലോകത്തിന്റെ നിയമങ്ങള്, ലോകത്തിന്റെ പാർട്ടികള്, പിശാചിനെ ആരാധിക്കുന്നവര് പല പല മാധ്യമങ്ങളിലൂടെയൊക്കെ കർത്താവേ അങ്ങയുടെ വചനം ലംഘിക്കാൻ ശ്രമിക്കുമ്പോ ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞ് അങ്ങേക്ക് സമർപ്പിച്ച പരിശുദ്ധ അമ്മയുടെ ആ വലിയ കൃപയുടെ അഭിഷേകം ഞങ്ങൾക്കും ലഭിക്കണം. പ്രത്യേക കർത്താവേ, ഞങ്ങളുടെ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വചനം ലംഘിച്ച് അങ്ങയുടെ വചനത്തിന് വിരുദ്ധമായി ജീവിക്കുന്ന എല്ലാ മക്കളെയും പ്രത്യേകമാവിധ സമർപ്പിക്കുന്നു. കർത്താവ്, ഞങ്ങളെല്ലാ മക്കളെയും ഈ വചനത്തിന് സമർപ്പിക്കാൻ വേണ്ട വലിയ കൃപയ്ക്ക് വേണ്ടി ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഔന്നതമായ അഭിഷേകം ഞങ്ങളെല്ലാ മക്കൾക്കും നൽകണമേ. വചനമനുസരിച്ച് മാത്രം ഞങ്ങളുടെ മക്കൾ ജീവിക്കട്ടെ. അങ്ങയിൽ മാത്രം ഞങ്ങളുടെ മക്കൾ ജീവിക്കട്ടെ. അങ്ങാകുന്ന വചനത്തിൽ ഞങ്ങളുടെ മക്കൾ ജീവിതം ഉറപ്പിക്കട്ടെ. അതിനെ തടസ്സപ്പെടുത്തുന്ന പൈശാചിക ബന്ധനങ്ങൾ, ലോകത്തിന്റെ രൂപികൾ, ലോകത്തിന്റെ നിയമങ്ങൾ, ലോകത്തിന്റെ കൂട്ടുകെട്ടുകൾ, ലോകത്തിന്റെ മാധ്യമങ്ങൾ, ലോകത്തിന്റെ പ്രലോഭനങ്ങൾ, പൈശാചികമായ ശക്തികൾ, അവന്റെ വാക്ക്, പിശാചിന്റെ വാക്ക് കേട്ട് നശിച്ചു പോയ ആദ്യ മാതാപിതാക്കളെ പോലെയാകാതെ പരിശുദ്ധ അമ്മയെ പോലെ വചനം കേട്ട് അതിനെ സമർപ്പിച്ച വലിയ അഭിഷേകം ഞങ്ങളിലും ഞങ്ങളുടെ മക്കളിലും നിറയട്ടെ കർത്താവേ. അതിനുവേണ്ട ആ വലിയ അഭിഷേകം, ആത്മാവിന്റെ ശക്തി പുതിയ അഭിഷേകമായി ഞങ്ങളിൽ നിറയട്ടെ. അമ്മ മാതാവിന്റെ വലിയ മധ്യസ്ഥതയില് ഈ ഒരു വലിയ അഭിഷേകത്തിന് വേണ്ടി ഞങ്ങളുടെ മക്കളെ പ്രത്യേകം സമർപ്പിച്ചുകൊണ്ട് മരിക്കേണ്ടി വന്നാലും ഞങ്ങളുടെ മക്കൾ ആരും വചനം വിട്ട് അങ്ങയെ വിട്ട് മറ്റൊന്നിന്റെ പിന്നാലെ, മറ്റാരുടെയും പിന്നാലെ, ഈ ലോകത്തിന്റെ പിന്നാലെ പോകാതിരിക്കട്ടെ. ആ വലിയ അഭിഷേകം, ആ വലിയ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളെല്ലാ മക്കളെയും തിരുസന്നിധിയില് ഞങ്ങൾ സമർപ്പിക്കുന്നു. കൃപ ചൊരിയൂ ദൈവമേ, ദൈവ കൃപ ചൊരിയൂ, യേശുവിൻ കൃപ ചൊരിയൂ, ആത്മാവിൻ കൃപ ചൊരിയൂ. ഈ വലിയ കൃപയ്ക്കായി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തില്, അമ്മയുടെ സന്നദ്ധിയില് നമ്മുടെ എല്ലാ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് അമ്മയ്ക്ക് ലഭിച്ച ആ ദൈവകൃപയുടെ സമൃദ്ധി, ദൈവവചനത്തിന് ഇതുപോലെ സമർപ്പിക്കാനായിട്ട് അമ്മയ്ക്ക് ലഭിച്ച ആ അഭിഷേകം, ആ കൃപ അമ്മയിൽ നിന്ന് നമ്മളിലേക്ക്, നമ്മുടെ മക്കളിലേക്കും പ്രസരിക്കപ്പെടാൻ വേണ്ടി അമ്മയുടെ മധ്യസ്ഥത്തിൽ തന്നെ കൃപ നിറഞ്ഞ അമ്മയുടെ ആ വലിയ സാന്നിധ്യത്തിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും
തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും, പ്രത്യേകിച്ചും അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗരാജ്യത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യീശോയെ, വചനത്തിന് സമർപ്പിച്ച് ജീവിക്കാൻ വേണ്ട വലിയ അഭിഷേകവും വലിയ കൃപയും ഞങ്ങളുടെ മക്കൾക്ക് ഓരോരുത്തർക്കും ലഭിക്കാൻ വേണ്ടി എവിടെ പോയാലും എന്തെല്ലാം കണ്ടാലും ആരെയൊക്കെ കണ്ടാലും കർത്താവിന്റെ വചനം വിട്ടുപോകാതിരിക്കാനുള്ള വലിയ അഭിഷേകവും കരുത്തും ധൈര്യവും ശക്തിയും നമ്മുടെ മക്കൾക്കെല്ലാം ലഭിക്കട്ടെ. ഈശോ അതിനു വേണ്ടി അമ്മയെ പോലെ, അമ്മയുടെ മധ്യസ്ഥത്തില് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അമ്മയെ പോലെ ജീവിക്കാൻ സമർപ്പിക്കാൻ ഞങ്ങളുടെ മക്കളെ എല്ലാവരെയും ഞങ്ങളെയും അനുഗ്രഹിക്കണമേ. പ്രാർത്ഥനയോടെ ഈശ്വരാശീർവാദം സ്വീകരിക്കാം. നമ്മുടെ മക്കൾക്ക് വേണ്ടിയുള്ള വ്യക്തിപരമായ പ്രാർത്ഥനകളും നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങളോടും ഈ നിയോഗത്തോട് ചേർത്ത് സമർപ്പിച്ച് പ്രത്യേകം പ്രാർത്ഥിക്കും. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. ആശീർവാദത്തിനു വേണ്ടി ഈ അഭിഷേകത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.